മക്കളെ, വെൽക്കം ടു ഡോക്ടർ JPS ജൂനിയർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീരാഗ് സാറാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് PYQs നമ്മൾ നോക്കിയിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ PYQ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് മക്കൾ നോക്കൂ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത കാന്തിക ഫലം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, ചിത്രം നിരീക്ഷിക്കുക. വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകമാണ് ABCD. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. നോക്കി, ഇവിടെ ഒരു കാർഡ്ബോർഡ് ഉണ്ട്. കാർഡ്ബോർഡിൽ രണ്ട് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, എക്സും വൈയും എന്ന് പറഞ്ഞ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു ചാലകം അഥവാ കണ്ടക്ടർ അതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്താക്കി, ബാറ്ററി റിയോസ്റ്റാറ്റിക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മക്കൾ നോക്ക്, ബിയിൽ നിന്ന് നോക്കുമ്പോൾ എക്സിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ എപ്രകാരമായി ആണ് എന്നാണ് ചോദ്യം. എപ്രകാരമായിരിക്കും അല്ലേ? അപ്പം ഇത് നമ്മൾ എങ്ങനെ കാണാം? നമ്മൾ പഠിച്ചിട്ടില്ലേ, ജെയിംസ് ക്ലർക്ക് മാക്സ്വെലിന്റെ ഒരു റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചാണ്, ഒരു ചാലകം അഥവാ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടി എന്താക്കുക, ഇത് കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ടാ, കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന റൂൾ ആണ് ഇത്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ നോക്കിയാലോ, ഏത് ദിശയിലാണോ വൈദ്യുതി വരുന്നത് ആ ദിശയിൽ നമ്മുടെ വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് എന്താക്കുക, ചാലകത്തെ പിടിക്കുക. നമ്മൾ ഹോൾഡ് ചെയ്തു, നമ്മുടെ കറണ്ട് പ്രവഹിക്കുന്ന ദിശയിൽ എന്താക്കി, വലത് കൈയിലെ തള്ളവിരൽ വരുന്ന രീതിയിൽ എന്താക്കി, നമ്മൾ ഹോൾഡ് ചെയ്തു, ചാലകത്തെ പിടിച്ചു. മറ്റുള്ള വിരലുകളുടെ ഡയറക്ഷൻ ആയിരിക്കും എന്തിന്റെ ഡയറക്ഷൻ, കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ. ഇതാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നോക്കിക്കോ, നമുക്ക് എക്സിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് നമ്മോട് ചോദിച്ചത്. നോക്ക്, ഇവിടെ ഏതാ നമുക്ക് ഡയറക്ഷൻ, ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്. അപ്പം ABCD, A to B മുകളിലേക്കായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. കിട്ടി. നോക്ക്, നമ്മൾ വലത് കൈയില് തള്ളവിരല് മുകളിലേക്ക് വരുന്ന രീതിയിൽ കണ്ടക്ടറിനെ നമ്മൾ പിടിച്ച് ഹോൾഡ് ചെയ്തു. എങ്ങനെ നോക്ക്, ബാക്കിയുള്ള വിരലുകളുടെ ഡയറക്ഷൻ കൊണ്ടാ ഈ രീതിയിലാണ് വരുന്നത്. നോക്കിക്കേ, യെസ്, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. നമ്മൾ പഠിച്ചാണ്, ക്ലോക്കിലെ സൂചി തിരിയുന്ന ഡയറക്ഷനെയാണ് നമ്മൾ എന്താ പറയാ, ക്ലോക്ക് വൈസ് അഥവാ പ്രദക്ഷിണ ദിശ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്താണ് ഇവിടെ വരുന്നത്, എക്സിന്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കിട്ടി. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ C to D ആ വൈന്റെ അടുത്ത് എന്തായിരിക്കും ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. മക്കൾ നോക്കി, A to B മുകളിലേക്ക് വന്നു, B to C കറണ്ട് ഇങ്ങനെ വന്നു, C to D എങ്ങോട്ടാ പോകുന്നത്, താഴേക്കാണ് പോകുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച അതേ റൂൾ തന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്, വലതു കൈ തള്ളവിരൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ വന്നു, എന്നിട്ട് നമ്മൾ വലത് കണ്ട് കണ്ടക്ടറിനെ നമ്മൾ ഹോൾഡ് ചെയ്താൽ എങ്ങനെ വരും നമുക്ക് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. വൈയുടെ അടുത്ത് ക്ലോക്ക് വൈസ് ആണ്, എക്സിന്റെ അടുത്ത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചത് എക്സിന് ചുറ്റുള്ളതാണ്. അപ്പം എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ അപ്രദക്ഷിണ ദിശയായിരിക്കും. കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം പ്രസ്താവിക്കുക. നമ്മൾ ഏതാ പറഞ്ഞത്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലതു കൈ പെരുവിരൽ നിയമം. മറന്നുപോരെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, ഒരു ഡിവൈസിന്റെ ഡയഗ്രം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്, ഏതാണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിവൈസ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വമാണ് ചോദിച്ചത്. ആദ്യം മക്കള് ഈ ഡയഗ്രം നോക്കുക. നമ്മൾ ഡയഗ്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, എന്താണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇതിന്റെ പാർട്സ് മക്കൾ നോക്ക്, ഡയഫ്രം ഉണ്ട്, ഇതാണ് ഡയഫ്രം. ഡയഫ്രത്തോട് ചേർന്നിട്ട് ആരുണ്ടടാ, ഇവിടെ രണ്ട് കോയിൽ ഉണ്ട്. ഈ കോയിലിനെ പറഞ്ഞ പേരാണെന്ത്, വോയിസ് കോയിൽ. പിന്നെ ഏറ്റവും പുറമേ ആരുണ്ട്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഈ ഫീൽഡ് മാഗ്നറ്റിന്റെ ഉള്ളിലാണ് ആര് വെച്ചത്, ഡയഫ്രം, ഈ വോയിസ് കോയിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ രണ്ട് വോയിസ് കോയിലേക്ക് നമ്മളൊരു കണക്റ്റിംഗ് വയർസ് ഉണ്ട്.
ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ പഠിച്ചാണ് മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ. എന്തായിരുന്നു? നമ്മളൊരു കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്താക്കി, ഒരു കണ്ടക്ടർ വെക്കുന്നു. കണ്ടക്ടർ വെച്ചു, എന്നിട്ട് ഇത് കൂടി നമ്മൾ എന്താക്കും, ഈ കണ്ടക്ടർ അഥവാ ചാലകത്തിനുള്ളിൽ നമ്മൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഇതെന്താവിടാ, ഇത് ചലിക്കും അഥവാ ഇളകും. ഇത് എങ്ങോട്ടാണ്, ചാലകം ഏത് ഭാഗത്തേക്കാണ് ഇളകിയത്, മൂവ് ചെയ്തത് എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന റൂൾ ആയിരുന്നു എന്ത്, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പഠിച്ചാണല്ലോ. സിമ്പിൾ ആയിട്ട് മോട്ടോർ തത്വമാണ് നമുക്ക് ഇവിടെ എടുക്കുന്നത്. എന്താണ്, ഒരു കാന്തിക മണ്ഡലത്തിനുള്ളിൽ ഒരു ചാലകം വെച്ചാൽ അതിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചാൽ എന്തായി, അത് മൂവ് ചെയ്യും അഥവാ ഇളകും. ഇതാണ് മോട്ടോർ തത്വം. ഇത് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ഡിവൈസുകളിൽ ഒന്നാണ് ആര്, ഈ ലൗഡ് സ്പീക്കർ. ഓക്കെ ആണല്ലോ, വലിയ പ്രശ്നമില്ലല്ലോ. രണ്ടാമത്തെ ആളാണ് ആര്, മോട്ടോർ. അപ്പൊ നോക്കിയോ, ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം എന്താണ് കിട്ടി. എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. പറ, മോട്ടോർ പ്രിൻസിപ്പിൾ. സെറ്റായ. ബി ക്വസ്റ്റ്യൻ, ആംപ്ലിഫയറിൽ നിന്നും വരുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ഈ ഉപകരണം ശബ്ദമാക്കി മാറ്റുന്നത് എങ്ങനെ? നമുക്കറിയാം, മൈക്കിൽ നിന്ന് നമ്മൾ എന്താക്കും, സംസാരിക്കുമ്പം ശബ്ദോർജ്ജമാണ് വരുന്നത്. ഈ ശബ്ദോർജ്ജത്തെ മൈക്ക് എന്താക്കി മാറ്റടാ, വൈദ്യുത സിഗ്നൽ അഥവാ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. മൈക്കിൽ നിന്ന് രണ്ട് വയർ പോകുന്ന കണ്ടിട്ടുണ്ടോ മക്കളെ? എങ്ങോട്ടേക്കാണ്? ലൗഡ് സ്പീക്കർ, സ്പീക്കറിനുള്ളിലേക്കാണ് ഈ വയറാണ് അത് വരുന്നത്. അപ്പൊ നോക്കിയോ, മൈക്കിനുള്ളിൽ എന്താണ് വരുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നൽ. നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദോർജ്ജത്തെ എന്താക്കി മാറ്റുന്നതാണ് മൈക്ക്, ഇലക്ട്രിക്കൽ എനർജി അഥവാ ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജം ആക്കി മാറ്റും. അപ്പൊ ഈ വയറിലേക്ക് വരിക ആരായിരിക്കും, ഇലക്ട്രിക്കൽ എനർജിയാണ് ഇങ്ങോട്ടേക്ക് വരിക. ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഈ കണക്റ്റിംഗ് വയർസ് ആരുമായിട്ട് കണക്റ്റഡ് ആണാ? ആരെയൊക്കെയാ? ഇവിടെ ഉള്ള വോയിസ് കോയിലായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ ഏത് കൂടി പോകും, കണക്റ്റിംഗ് വയർസ് വഴി വോയിസ് കോയിൽ ഉള്ളിലേക്ക് എത്തും. വോയിസ് കോയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോക്ക്, എവിടെയാ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ, കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, കാന്തിക മണ്ഡലത്തിന്റെ ഉള്ളിൽ ഒരു ചാലകം വെച്ച് അത് കൂടി വൈദ്യുതി പ്രവഹിച്ചെന്താവും, ഇളകും. അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ എന്താവും, ഇയാൾ വോയിസ് കോയിൽ അവിടെ എന്താവും, മൂവ് ചെയ്യും, ചലിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഡയഫ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ആര്, ഈ വോയിസ് കോയിൽ. വോയിസ് കോയിൽ ഇളകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആര് ഇളകടാ, ഈ ഡയഫ്രം ഇളകും. അങ്ങനെ ഇവിടെ വന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് സൗണ്ട് എനർജി ആക്കി മാറ്റുന്ന ആളാണ് ആര്, ഡയഫ്രം. ഇവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്ത് ഊർജ്ജം ആക്കി മാറ്റുന്ന ആളാണ് ഈ ലൗഡ് സ്പീക്കറിന്? എന്താ മക്കൾ പറ? യെസ്, വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ആളാണ് ആര്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. സെറ്റ് ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചു, സെറ്റ്. മൂന്നാമത്തെ, ഇതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിവൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ അധികം കൺഫ്യൂഷൻ വരും, ഇത് മോട്ടോർ ആണോ അഥവാ ജനറേറ്റർ ആണോ എന്ന്. ഇവിടെ മക്കൾ ഈ ഭാഗം നോക്കിയാൽ മതി. ഇവിടെ ബാറ്ററി അല്ലേ കൊടുക്കുന്നത്, നമ്മൾ സിഗ്നൽ എന്താണ്, ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്തായിരിക്കും, മോട്ടോർ ആയിരിക്കും. ഇതൊരു മോട്ടോറിനാണ്, DC മോട്ടോറിന്റെ ഡയഗ്രാം ആണ്. നെയിം ദ ഡിവൈസ്. ചിത്രത്തിലെ ഉപകരണം ഏതാണ്? ഏതാണ് കിട്ടിയില്ലേ? ഏതാണ്? DC മോട്ടോർ. ഓക്കെ, റൈറ്റ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിംഗ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ്. ഈ ഡിവൈസ് പ്രവർത്തിക്കുമ്പോൾ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് അഥവാ ഊർജ്ജ മാറ്റം എന്താണ്, അഥവാ എങ്ങനെയാണെന്നാണ് ചോദ്യം. നമുക്ക് അഥവാ മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താവും, ഇലക്ട്രിക്കൽ എനർജി ഇത് കൂടി പോകുമല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെന്താ ചെയ്യുക, ഇവിടെ ABCD എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ആളാണ് ആര്, DC മോട്ടോർ. ഓക്കെ ആണല്ലോ. റൈറ്റ് ദ എനർജി ചേഞ്ച്. എന്താണ്, ഇലക്ട്രിക്കൽ ടു ഏതാണ്, മെക്കാനിക്കൽ. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ ആണ് ആര്, മോട്ടോർ ചെയ്യുന്നത്. പാർട്സ് മക്കൾ നോക്കി വെക്കണേ. എന്താണ്, നോർത്ത് സൗത്ത് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഫീൽഡ് കാന്തങ്ങൾ ഇവിടെ ഉണ്ട്, നോർത്ത് സൗത്ത്. അതിന്റെ ഉള്ളിലായിട്ട് ABCD എന്ന് പറയുന്നത് ആർമേച്ചർ ഉണ്ട്. പിന്നെ ഈ ആർമേച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്. അതാണ് സ്പ്ലിറ്റ് റിംഗ്. റിങ്ങിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ്. അതിൽ ഒരു ഭാഗം AB എന്ന് പറഞ്ഞ ഭാഗമായിട്ട് കണക്ട് ചെയ്തു, മറ്റേ പാർട്ട് CD എന്ന ആർമേച്ചറിന്റെ പാർട്ടായിട്ട് കണക്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇവിടെ B1 B2 എന്ന് പറഞ്ഞ രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട്. പാർട്സ് നമ്മൾ പഠിച്ചു.
ഓക്കെ, ചിത്രത്തിലെ R1 R2 എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിന്റെ ധർമ്മം എന്താണ്? നോക്ക്, ഞാൻ പറഞ്ഞു റിങ് കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഭാഗമാണ് ആര്? ഇത് റിങ് ആയിരുന്നു, അതിനെ കട്ട് ചെയ്ത് കിട്ടുന്നതാണ് ആര്? സ്പ്ലിറ്റ് റിങ്. ഇത് R1, ഇത് R1 ആണെങ്കിൽ ഇയാൾ എന്താണ്? R2 ആണ്. ഓക്കെ, ഇതിന്റെ ധർമ്മം എന്താണ്? നമുക്കറിയാം, മോട്ടോർ തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്? DC മോട്ടോർ. ഇവിടെ നമ്മൾ വൈദ്യുതോർജ്ജം കൊടുക്കുമ്പോൾ എന്താവും? മോട്ടോർ തത്വപ്രകാരം എന്താവും? ഈ ആർമേച്ചർ കറങ്ങല്ലോ. യെസ്, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ സ്പ്ലിറ്റ് റിങ് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓരോ ഹാഫ് റൊട്ടേഷനിലും ഓരോ അർദ്ധഭ്രമണത്തിലും കറണ്ടിന്റെ ഡയറക്ഷൻ ഒരേ ദിശയിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇവിടെ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ അഥവാ ദിശ ഓരോ അർദ്ധഭ്രമണത്തിലും മാറ്റുന്നതാണ് ആര്? കമ്മ്യൂട്ടേറ്റർ, സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. അപ്പൊ കറണ്ടിന്റെ ദിശ മാറ്റുന്നത് കൊണ്ടാണ് അയാളെ വിളിക്കുന്നത് എന്ത്? സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ ആണല്ലോ. സ്പ്ലിറ്റ് റിങ് ആണ് ഇവിടെ വൈദ്യുതിയുടെ അഥവാ കറണ്ടിന്റെ ദിശ മാറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്? സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അതും കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, തമ്പ് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ്. മാഷ് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതിൽ ഈ തമ്പ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്തിനായിരുന്നു? കറണ്ടിനല്ലേ? യെസ്, കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ ദിശ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇതും ഈ ഭാഗത്ത് നിന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ മക്കൾ പ്രതീക്ഷിച്ചു കേട്ടോ. ഓക്കെ, AB എന്നൊരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടർ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലാണ് നമ്മൾ ആരെ വെക്കുന്നത്? മാഗ്നറ്റിക് കോമ്പസ് അഥവാ കാന്തിക കോമ്പസ് വെക്കുന്നത്. ചോദ്യം നോക്ക്. ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ വെൻ സർക്യൂട്ട് ഈസ് സ്വിച്ച് ഓൺ. ചോദ്യം എത്രയേ ഉള്ളൂ? ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ കാന്തിക കോമ്പസിന്റെ നോർത്ത് പോൾ എങ്ങോട്ടൊക്കെയാണ് ചലിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആംബിയേഴ്സിന്റെ സ്വിമ്മിംഗ് റൂൾ അഥവാ ആംബിയറിന്റെ നീന്തൽ നിയമമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്, നോക്കിക്കോ. ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി, ഈ കണക്ഷൻ വന്നാൽ ബാറ്ററിയുടെ പോസിറ്റീവ് എവിടെ, നെഗറ്റീവ് എവിടെ, കറണ്ട് എങ്ങോട്ടൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത് നോക്കുക. നോക്ക്, പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് ഇവിടെയാണ്. നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങോട്ടായിരിക്കും B to A. അതോടെ തന്നിട്ടുണ്ട്, എന്നാൽ നമുക്ക് നോക്കാം. B to A ആണെന്ത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ ഞാൻ എന്താക്കുക? സ്വിം ചെയ്യുന്നതാണ് വിചാരിക്കുക, നീന്താണ് വിചാരിക്കുക. നീന്തുമ്പം ഞാൻ ആരെ നോക്കണം? ഈ മാഗ്നറ്റിക് കോമ്പസ് അഥവാ കാന്തിക കോമ്പസിനെ ഞാൻ എന്താക്കണം? നോക്കണം. നോക്കിയിട്ടാണ് നീന്തേണ്ടത്. നോക്കിയോ, B to A ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ ചാലകത്തിന്റെ അടിയിലാണ് ആരെ വെക്കുന്നത്? ഇതാണ് AB എങ്കിൽ ഇതിന്റെ അടിയിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? മാഗ്നറ്റിക് കോമ്പസ് വെക്കുന്നത്. നോർത്ത്, ഇത് സൗത്ത്, മുകൾ ഭാഗം എന്തായിരിക്കും? അപ്പം വെസ്റ്റ്, ഈസ്റ്റ്. കറണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷനിലേക്ക് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഈ അതേ ഹൈറ്റിൽ ഞാൻ നീന്താന്ന് വിചാരിക്കുക. നീന്തുമ്പോൾ ആരെ നോക്കണം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്? യെസ്, മുഖം കൊണ്ട് കാന്തിക കോമ്പസിനെ നോക്കുകയാണ് നീന്തുന്നത്. അങ്ങനെ നീന്തുമ്പോൾ എന്റെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടേക്കാണ്? നോക്ക്, ഞാൻ ഇങ്ങനെ നീന്തി ഇങ്ങനെ വരികയാണ്. ഈ ഭാഗം നോർത്ത് ആണ്, ഈ ഭാഗം സൗത്ത് ആണ്, ഇങ്ങോട്ടേക്കുള്ളത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നീന്തുന്നത്. എന്തുകൊണ്ടാ? കറണ്ട് B to A ആണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ നീന്തുമ്പോൾ എന്റെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണ് വരുന്നത്? ഈ ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്കായിരിക്കും നോർത്ത് പോൾ തിരിയുക. നോക്കണേ, ഇവിടെ എന്താണ്? വെസ്റ്റ് ആണ്, ഇവിടെ ഈസ്റ്റ് ആണ്. നീന്തുമ്പോൾ എങ്ങോട്ടേക്കാണ്? ഇയാള് ഈസ്റ്റിലേക്കാണ്. എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീന്തുമ്പോൾ ഈ ഭാഗം ഈസ്റ്റിലേക്കാണ്, ലെഫ്റ്റ് ഹാൻഡ് ഈസ്റ്റിലേക്കാണ് ഉള്ളത്. അപ്പൊ എന്താവും? ഈ നോർത്ത് പോള് ഈ ഡയറക്ഷനിൽ തിരിയും. നോക്കിയോ, ഇതെങ്ങനെയാ തിരിയുന്നത്? നോക്ക്, ക്ലോക്കിലെ സൂചി തിരിയുന്ന ഡയറക്ഷൻ ആണ്. അപ്പൊ ഏത് ഡയറക്ഷൻ ആയിക്കടാ? പ്രദക്ഷിണ ദിശ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പ്രശ്നമല്ലോ, പ്രദക്ഷിണം കിട്ടി. കാന്ത സൂചി ചലിക്കാൻ കാരണം എന്ത്? ഞാൻ പറഞ്ഞാണ്, ഒരു ചാലകം ഒരു കണ്ടക്ടറിൽ കൂടി പോകുമ്പോൾ എന്തുണ്ടാവും? അതിന് ചുറ്റും കറണ്ട് പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? ഇവിടെ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് കറണ്ട് പോകുന്നുണ്ടായി മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു അഥവാ ചുറ്റും എന്താണ്? കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട്. ഇയാൾ ആരാണ്? ഈ കാന്തിക കോമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കാന്തല്ലേ? ഇയാൾക്ക് നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാന്തിക വലരേഖകൾ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. ഈ കാന്തത്തിന് ചുറ്റും എന്തുണ്ട്? ഒരു കാന്തിക മണ്ഡലം ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പിന്നെ അടിയിലുള്ള കാന്തിക കോമ്പസിന് ചുറ്റും എന്തുണ്ട്?
കാന്തിക മണ്ഡലം. ഈ രണ്ട് കാന്തിക മണ്ഡലം തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഇന്ററാക്ഷൻ വഴിയാണ് എന്തുണ്ടാകുന്നത്, ഈ നീഡിൽ തിരിയുന്നത്. നമ്മൾ പഠിച്ചല്ലേ, ലൈക്ക് പോൾസ് റിപ്പൽസ് വിത്ത് ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് അട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഒരേ ധ്രുവങ്ങളാണെങ്കിൽ എന്തായിരിക്കും അവിടെ എന്തായിരിക്കും വികർഷിക്കും, വ്യത്യസ്ത ധ്രുവങ്ങളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ ആകർഷിക്കും. അപ്പൊ ഈ രണ്ട് കാന്തിക മണ്ഡലം തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഇന്ററാക്ഷൻ വഴിയാണ് എന്താകുന്നത് ഇവിടെ ഈ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ ഡിഫ്ലക്ട് ചെയ്യുന്നത് അഥവാ ചലിക്കുന്നത്. കിട്ടിയല്ലോ? ഓക്കെ. കാന്തസൂചിയുടെ വിഭ്രംശം എതിർ ദിശയിലാക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാൻ എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. സിമ്പിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി കൊടുക്കുക. ആദ്യം ഇവിടെ എ എന്തായിരുന്നു നെഗറ്റീവ്, ബി എന്താണ് പോസിറ്റീവ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററി നേരെ കണക്ഷൻ മാറ്റി കൊടുക്കുക. ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ എന്തായി, എ പോസിറ്റീവായി ബി നെഗറ്റീവായി, കറണ്ട് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. അപ്പൊ നോക്ക്, ഇതിന്റെ അടിയിൽ ഞാനൊരു കോമ്പസ് വെക്കുകയാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് അങ്ങോട്ട് സിം ചെയ്യണം, എ ടു ബി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എ ടു ബി ഇങ്ങനെ സിം ചെയ്യുമ്പോൾ എന്റെ ലെഫ്റ്റ് ഹാൻഡ് അങ്ങോട്ടാ ഉള്ളിലേക്കാണുള്ളത്, എങ്ങോട്ടേക്കാണ് വെസ്റ്റിലേക്കാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നോർത്ത് പോൾ അങ്ങോട്ടേക്ക് തിരിയും, വെസ്റ്റിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയും. ഇത് അല്ലെങ്കിൽ സിമ്പിൾ സാധനം. ഈ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിന്റെ അടിയിലായിരുന്നു കാന്തിക കോമ്പസ്. ഇതെന്താക്കി ഇതിന്റെ കുറച്ച് മുകളിലേക്ക് എടുത്തുക. രണ്ട് രീതിയിൽ നമുക്ക് എന്താക്കാം, ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ. ഫിഗർ നോക്കുക, ശ്രദ്ധിക്കുക. ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്ന കാന്തം ഏത് തരമാണ്? നമ്മൾ പല ടൈപ്പ് കാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് കാന്താടാ, യു ഷേപ്പിലുള്ള കാന്തം അല്ലേ. അപ്പൊ എന്തായിരിക്കും യു മാഗ്നറ്റ് അഥവാ യു കാന്തം. ഏതായിരിക്കും യു മാഗ്നറ്റ്. അത് കിട്ടി. എ ബി എന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന്റെ ചലന ദിശ നിർണ്ണയിക്കാൻ ഉപയോഗിച്ച നിയമം ഏതാണ്? ഇങ്ങനെ ഒരു യു കാന്തുണ്ട്, അതിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് എ ബി എന്ന് പറയുന്നത് ചാലകം വെച്ചോ, ഇതുകൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇയാൾ എന്താവും, ഇളകും, ചലിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് എങ്ങോട്ടാണ് ചലിക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് എങ്ങോട്ടാണ് ചലിക്കുന്നത് എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന റൂളാണ് ഇത്, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ സിമ്പിൾ ആണ്. എന്താക്കുക, ഇടത് കൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ എന്താക്കുക പരസ്പരം ലംബമായിട്ട് വെക്കുക. നമ്മൾ വെച്ചു. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയും നടുവിരൽ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയെയും സൂചിപ്പിച്ചാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിന്റെ ചലന ദിശയായിരിക്കും. ഫാദർ മദർ ചൈൽഡ് എന്നങ്ങ് പഠിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ആണ് ഫാദർ മദർ ചൈൽഡ്. ഫാദർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, മദർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എം, പിന്നെ എന്താണ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആണ് കറണ്ട്. മാറിപ്പോവരുത്. ഓക്കെ ആണല്ലോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കിട്ടിയേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ നിയമം പ്രസ്താവിക്കുക. സിമ്പിൾ അല്ലേ. വലത് കൈയിലേക്ക തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ പരസ്പരം ലംബാക്കി വെക്കുക. നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഓക്കെ, യെസ്, നേരത്തെ സാർ പറഞ്ഞാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇതെന്ന്. ഡയഗ്രം നമുക്ക് കിട്ടി. ഏതാണ് മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ. ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ. കണ്ണും കൂട്ടി എഴുതുക. എന്താണ് മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ. കിട്ടി. ഒന്നാമത്തെ കിട്ടിയേ മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ. ഡിവൈസ് കിട്ടി. ഈ ഉപകരണം ഏത് തത്വത്തെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഉപകരണം ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഏതായിരുന്നു? മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് കിട്ടിയതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം. മോട്ടോർ പ്രിൻസിപ്പിൾ. ഓക്കെ ആണ്. ഇതും കിട്ടി. യെസ്, പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സിമ്പിൾ അല്ലേ? യെസ്, ഇതും നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതേ മോഡലാണ് ക്വസ്റ്റ്യൻ. എന്താണ് ചോദ്യം? ഡ്രോ ദ പാറ്റേൺ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എക്സ് ആൻഡ് വൈ. എക്സിനും വൈക്കും ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ കറണ്ട് മുകളിലേക്കായിരിക്കും. എ ടു ബി വെക്കുമ്പോൾ എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്.
കിട്ടിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. ഇവിടെ കിട്ടി. ഇനി വൈൻ്റെ എടുത്തങ്ങോട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ താഴേക്കാണ്. അപ്പം അവിടെ ആ റൂൾ ഒന്നുകൂടി നമ്മൾ യൂസ് ചെയ്യാം. എന്തായിരിക്കും? കറണ്ട് താഴേക്കാണ്, തള്ളവിരൽ വെച്ചു. നമ്മൾ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. ഇത് ഏതാണ് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കിട്ടി. എക്സിന്റെ അടുത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അഥവാ അപ്രദക്ഷിണ ദിശയാണ്. വൈയുടെ അടുത്ത് എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഏതാണ്? പ്രദക്ഷിണ ദിശ. കിട്ടിയേ. സ്റ്റേറ്റ് ദ റൂൾ വിച്ച് ഹെൽപ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് കേസ്. ഏതായിരുന്നു? മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, നെക്സ്റ്റ്. ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഇതിന്റെ വൈദ്യുത പ്രവാഹ ദിശ മാക്സ്വെല്ലിന്റെ വലംപിരി സ്ക്രൂ നിയമം വെച്ചിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? നേരത്തെ പഠിച്ചേ ഏതാണ്? വലതു കൈ പെരുവിരൽ നിയമം യൂസ് ചെയ്യാം. ഏത് വേണേ യൂസ് ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ നമ്മൾ എന്താക്കും? ഇങ്ങനെ തിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ തിരിക്കുകയാണെങ്കിൽ ഇതെങ്ങോട്ടാണ്? ഇത് സ്ക്രൂ ഡ്രൈവറിന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ആ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? കറണ്ടിന്റെ ഡയറക്ഷൻ. നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നത്? ഈ ഡയറക്ഷൻ ആയിരിക്കും എന്തുണ്ടാവുക? കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് നേരെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ ഒരു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് തിരിക്കുന്നത് അല്ലേ? നോക്ക്, ഡയറക്ഷൻ നോക്ക്, പുറമേക്കാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമുക്ക് കിട്ടി, A to B ആണ്, ഇത് കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞത്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ടാണ്. അപ്പൊ നോക്കിയോ, ഡയറക്ഷൻ അവിടെ തിരിക്കുന്നത് ഇങ്ങോട്ടാണ്. നോക്ക്, ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോൾ ഇയാൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് ടിപ്പ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും? A to B ആണ് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ. കിട്ടി. പ്രശ്നമല്ലോ? യെസ്, ഈസി. അടുത്ത ക്വസ്റ്റ്യൻ. ദ നോൺ റൊട്ടേറ്റിംഗ് പാർട്ട് ഇൻ എ DC മോട്ടോർ. നമ്മൾ DC മോട്ടോറിൽ നമ്മൾ പാർട്സ് നമ്മൾ പഠിച്ചാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു? ഫീൽഡ് കാന്തം, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടായിരുന്നു, ആർമേച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു? സ്പ്ലിറ്റ് റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു? ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ടായിരുന്നു. ഇത് ചലിക്കാത്ത ഭാഗം ആർമേച്ചർ തിരിയുന്നുണ്ട്, ഇയാളല്ല. ആർമേച്ചർ തിരിഞ്ഞാൽ ആർമേച്ചറിനൊപ്പം ആരും തിരിയും? സ്പ്ലിറ്റ് റിംഗും തിരിയും. പിന്നെ ആരാടല്ല? ഗ്രാഫൈറ്റ് ബ്രഷ്. ഗ്രാഫൈറ്റ് ബ്രഷ് ആണ് അവിടെ തിരിയാണ്ട് കിടക്കുന്ന ഭാഗം. ആരാണ്? ഗ്രാഫൈറ്റ് ബ്രഷ്. ഇതവിടെ ചലിക്കില്ല, അവിടെ പൊസിഷൻ എന്താണ്? ഫിക്സഡ് ആണ്. പിന്നെയും വന്നു മൂപ്പര്. ആരാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഭാഗം അടയാളപ്പെടുത്താനാണ്. നോക്കടാ, എന്ന് പറഞ്ഞ ആരാ? നോക്കേ, ഞാൻ പറഞ്ഞത് ഡയഫ്രത്തോട് ചേർന്ന് ആരുണ്ട്? വോയിസ് കോയിൽ ഉണ്ട്. ആരുണ്ടടാ? വോയിസ് കോയിൽ. കിട്ടി. ബി എന്ന് പറഞ്ഞ ആരാണ്? ഫീൽഡ് മാഗ്നറ്റ്. ആരാണ്? ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് മാഗ്നറ്റ് കിട്ടിയല്ലോ. ഫീൽഡ് കാന്തം. ഇത് നമുക്ക് കിട്ടി. എയും ബിയും കിട്ടി. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം ഇൻ ദിസ് ഡിവൈസ്. ഇവിടെയുള്ള ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടി ആര് പോവും? വൈദ്യുത സിഗ്നൽ പോവും. അയാൾ എന്താക്കി മാറ്റും? സൗണ്ട്, ശബ്ദോർജാക്കി മാറ്റും. അപ്പം എന്താണ് വരിക? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആക്കി മാറ്റുക എന്നാണ് ഇയാളെ ഫംഗ്ഷൻ. ആരെ? ഡയഫ്രത്തിന്റെ. ഇമ്പോർട്ടന്റ് ആണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഇനിയിപ്പം എനർജി ചേഞ്ച് എന്താണൊക്കെ ചോദ്യം വരും. ഒന്നില്ലെങ്കിൽ ഡയഗ്രം തരും, ഇതിന്റെ പാർട്സ് അടയാളപ്പെടുത്താൻ ഉണ്ടാവും. അതല്ലെങ്കിൽ എന്തുണ്ടാവും? ഇതിന്റെ പ്രവർത്തന തത്വം, ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്, അത് വിശദീകരിക്കാനൊക്കെ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആണ്, മക്കൾ ശ്രദ്ധിക്കണം. ഇതിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണൊക്കെ ഒരു മാർക്കൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, പറഞ്ഞ് കഴിയില്ല. നോക്കി, വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫർമേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? പറഞ്ഞില്ലേ, സാർ പറഞ്ഞ ഒരു മിനിറ്റ് ആയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് എന്നാണ് ചോദ്യം. ലൗഡ് സ്പീക്കർ നമുക്ക് എന്താണ്? സൗണ്ട് ആണ് കിട്ടുന്നത് പുറമെ. അതുകൂടി ആര് വരണം? ഇലക്ട്രിക്കൽ എനർജി പോകുമ്പോഴാണ് നമുക്ക് സൗണ്ട് കിട്ടുന്നത്. അപ്പം ഇലക്ട്രിക്കൽ ടു ഏത്? സൗണ്ട് എനർജി ആണ്. ഇലക്ട്രിക്കൽ ടു സൗണ്ട്. സൗണ്ട്, ഇലക്ട്രിക്കൽ ടു സൗണ്ട്. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ എഴുതിയാലും പ്രശ്നം. എന്തായാലും കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഇലക്ട്രിക്കൽ ടു സൗണ്ട് ആണ്. ഓക്കെ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം വിശദമാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഒരു AB എന്ന് പറഞ്ഞൊരു പച്ചിരുമ്പ് അഥവാ സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ എന്താക്കി?
കോപ്പറിന്റെ വയർ നമ്മളവിടെ വൗണ്ട് ചെയ്തിട്ടുണ്ട്, ചുറ്റി വെച്ചിട്ടുണ്ട്. ചെമ്പ് കമ്പി അവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താക്കി ബാറ്ററി ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. കറണ്ട് പോകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് ആയിരിക്കും. നമ്മുടെ ചോദ്യം എന്താണ്? ഇതിലുള്ള സൗത്ത് പോൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. ഇതൊരു വൈദ്യുതകാന്താണ്. ഇതിന്റെ എന്താണ്? ദക്ഷിണ ധ്രുവത്തെ തിരിച്ചറിയാനുള്ള മാർഗം നമ്മൾ പഠിച്ചാണല്ലേ. സോളിനോഡിന്റെ ഉള്ളിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ രണ്ടറ്റത്ത് എന്തുണ്ടാവുന്നുണ്ട്? രണ്ട് കാന്തിക ധ്രുവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചാണ്. ഇവിടെ നോക്കണം, ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇവിടെ നോക്ക്, കറണ്ട് എങ്ങനെയാ പോകുന്നത് നോക്ക്. ഇത് കൂടി എൻ്റർ ചെയ്യാണ്. ഇത് കൂടി എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് എന്താണ് തിരിയുന്നത്. എങ്ങനെയാണ്? ഇവിടെ ഈ ഭാഗത്ത് നോക്കണേ, ഇവിടെ ഈ ഭാഗത്ത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിനോഡിന്റെ ഉള്ളിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് പോളായിരിക്കടാ? എന്ത് പോളായിരിക്കും? നോർത്ത് പോളായിരിക്കും. എന്ത് പോളായിരിക്കും? നോർത്ത് പോളായിരിക്കും. ഇവിടെ നോക്കും മക്കളെ, കറണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. അഥവാ പ്രദക്ഷിണ ദിശ. പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുക? സൗത്ത് പോളായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുക നമുക്ക് കിട്ടി. സൗത്ത് പോളാണ്. ഇവിടെ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നോർത്ത് പോൾ. പ്രദക്ഷിണ ആണെങ്കിൽ സൗത്ത്. കിട്ടി. നമ്മൾ ഇത് സൗത്ത് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ എന്ത് വെക്കണം? സിമ്പിൾ അല്ലേ? നമ്മുടെ കാന്തിക കോമ്പസ് അഥവാ മാഗ്നറ്റിക് നീഡിൽ ഞാൻ ഇവിടേക്ക് വെച്ചു. ഇത് സൗത്ത് ആണ്. ഇയാളെ നോർത്ത് പോൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക എന്താണ്? ഇയാള് സൗത്ത് ആണ്. ഞാൻ ഇവിടെയാണ് നോർത്ത് പോൾ വെക്കുന്നതെങ്കിൽ അതെന്താവും? റിപ്പൽ ചെയ്യും. ഇവിടെയാണെന്നെങ്കിൽ എന്താണ്? അട്രാക്ട് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർത്തും സൗത്ത് ഡിഫറെന്റ് പോൾസ് ആണെങ്കിൽ എന്താക്കും? അട്രാക്ട് ചെയ്യും. രണ്ടും സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ആണെങ്കിൽ എന്തായിരിക്കും? റിപ്പൽ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതിപ്പം സൗത്ത്, ഇയാളെന്താ? നോർത്ത്. ഇത് അട്രാക്ഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ എന്താ പഠിച്ചതാണ്. ഇത് വലിയ പ്രശ്നമല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് ബാർ മാഗ്നറ്റ്. ഒരു വൈദ്യുത കാന്തത്തെയും ഒരു സാധാ കാന്തത്തെയും നമ്മൾ എന്താക്കണം? അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യം നമുക്ക് നോക്കിയാലോ. ബാർ മാഗ്നറ്റ് ആണ്, രണ്ടാമത്തേതാണ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. മക്കളെ നോക്ക്, മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. എന്താണ്? ഇതിന്റെ കാന്തശക്തി എന്താടാ? സ്ഥിരമാണ്. കാന്തശക്തി സ്ഥിരമാണ്. ഇവിടെ എന്തായിരിക്കും? ടെമ്പററി അഥവാ താൽക്കാലികമായിരിക്കും. താൽക്കാലികം. ഓക്കെ ആണേ. രണ്ടാമത്തെ പെർമനന്റ് മാഗ്നറ്റ് ആണ്. എന്താണ്? സ്ഥിരകാന്തമാണ്. പെർമനന്റ് മാഗ്നറ്റ് അഥവാ സ്ഥിരകാന്തം. രണ്ടാമത്തേത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്തമാണ്. എന്താണ്? വൈദ്യുത കാന്തം. ഓക്കെ ആണേ. യെസ്. വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ബാർ മാഗ്നറ്റിന് എന്താണ്? വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദുർബലമായ കാന്തിക മണ്ഡലമാണ് ഉള്ളത്. ഇതില് ബാർ മാഗ്നറ്റിൽ. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? സ്ട്രോങ് ആണ്. ശക്തിയേറിയ കാന്തിക മണ്ഡലമാണ് ഇവിടെ ഉള്ളത്, ഇലക്ട്രോ മാഗ്നറ്റിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്ക് ഈ കാന്തത്തിന്റെ ബാർ കാന്തത്തിന്റെ ശക്തി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ല. എന്നാൽ നമ്മുടെ വൈദ്യുത കാന്തത്തിന്റെ ശക്തി നമുക്ക് എന്താക്കാം? കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ്, മാറ്റാൻ പറ്റും. അടുത്തത് പൊളാരിറ്റി ഈസ് ഫിക്സഡ്. നമ്മൾ പഠിച്ചല്ലേ നോർത്ത് സൗത്ത്. ഇതിന്റെ നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ധ്രുവത നമുക്ക് എന്താക്കാം? മാറ്റാൻ പറ്റില്ല. എവിടെ? ബാർ മാഗ്നറ്റിൽ. എന്നാൽ നമുക്ക് എന്താക്കാം? ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് എന്താക്കാം? പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രശ്നമൊന്നുമില്ലല്ലോ. ഈസി ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കല്ലേ. യെസ്. റൈറ്റ് എനി ടു ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലടാ. എന്തൊക്കെയായിരുന്നു? ഡയഫ്രം. ഏറ്റവും പുറമേയായിട്ടുണ്ടായിരുന്നു ഡയഫ്രം. യെസ്, ഡയഫ്രം. പിന്നെ ഡയഫ്രത്തോട് ചേർന്ന് ആരായിരുന്നുള്ളത്? വോയിസ് കോയിൽ. കിട്ടിയല്ലോ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്തായിരുന്നു? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ അതെന്താണ്? നമ്മൾ നേരെ നോക്കിയാണ് എഴുതുക.
ഈസി ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞു അല്ലേ മക്കളെ? ഈ പാഠഭാഗത്ത് നിന്ന് ഇതൊന്നും നോക്കാതെ പോകരുത്. എക്സാമിൽ ചോദിക്കും, പ്രത്യേകിച്ച് ഏത് ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പാർട്സ്, DC മോട്ടോറിന്റെ പാർട്സ് വർക്കിംഗ്. ഈസി ആണല്ലോ? അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.